വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25-ാമത്തെ തിരുവചനം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്നാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. ഈ ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരിക്കൽ കൂടി നമുക്കൊരുക്കാം. കണ്ണുകളടച്ച് 2 കരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒന്ന് ആത്മശോധന ചെയ്യാം. ഇനിയും ഏതെങ്കിലും പാപത്തിൻ്റെ മേഖലകൾ ഉപേക്ഷിക്കുവാനായിട്ട് എന്നിൽ ബാക്കിയുണ്ടെങ്കിൽ, അല്ല എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ സ്വാർത്ഥതയോ പകയോ പിന്നിപ്പോ കലകോ അസ്വസ്ഥതയോ എന്തെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എല്ലാവരോടും നിരുപാധികം ക്ഷമിച്ച് എല്ലാവരും യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനൊരു ഹൃദയ മനോഭാവവും ആശീർവാദവും എനിക്ക് നൽകണമെന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് സ്തുതിച്ച് ക്ഷമയുടെ ഒരു ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം. ശാന്തമായിട്ട് നമുക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, എല്ലാ മാലിന്യങ്ങളും നിങ്ങളെ ശുദ്ധീകരിക്കും. ഒരു പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, പുതിയൊരു ചൈതന്യം നിങ്ങൾ നിശ്ചയിക്കും. നിങ്ങൾ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസരമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. മാംസരമായ ഹൃദയം ശിലാഹൃദയം എടുത്തു മാറ്റി കർത്താവ് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരും നിയമങ്ങൾ അനുസരിക്കുന്നവരും ശ്രദ്ധയുള്ളവരാകും. കർത്താവെ, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ഒരു വലിയൊരു കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാവരും കണ്ണുകളടയ്ക്കുക. ഈ ആരാധനയുടെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സ്പർശിക്കുമ്പോൾ നമുക്കിടെ ഉള്ളിൽ തളം കെട്ടിക്കിടക്കുന്ന ഇന്നുവരെ ആരോടും പങ്കുവയ്ക്കാത്ത ദുഃഖങ്ങളും വേദനകളും എല്ലാം അണപൊട്ടി പുറത്തേക്ക് ഒഴുകും. ഒരുപക്ഷെ നമുക്ക് കരയാൻ വരും. നിങ്ങൾ കരഞ്ഞുകൊള്ളുക. കണ്ണുനീരോടെ നെഞ്ചു പൊട്ടി കരയാൻ പറ്റി കരഞ്ഞുകൊള്ളുക. അതിലൂടെ നിങ്ങൾക്ക് ഒരു വിടുതൽ നൽകുകയാണ്. ആരും ആരെയും ശ്രദ്ധിക്കാതെ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആ ഒരു കരവലയത്തിനുള്ളിൽ ആയിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈശോയെ ഓരോരുത്തരെയും തന്നെ മുറിവേറ്റ കരങ്ങൾ കൊണ്ട് ഓരോരുത്തരെയും തൊടുന്ന നിമിഷങ്ങളാണ് ഈ വരുന്ന നിമിഷങ്ങൾ. നമുക്കെല്ലാവർക്കും ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ മുറിവുകളിലേക്ക്, വേദനകളിലേക്ക്, ആരോടും പങ്കുവെക്കാത്ത, ആരാരും അറിയാത്ത രാത്രിയുടെ യാമങ്ങളിൽ നിശബ്ദമായി കരഞ്ഞ് കരഞ്ഞ് തീർക്കുന്ന നിന്റെ ഈ സ്വഭാവാവസ്ഥകളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് തുറന്നു വെക്കുന്ന ഈ നിമിഷം ഈ ആരാധനയോട് പൂർണ്ണമായിട്ട് സഹകരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കന്മാര് ദൈവം അനാദി മുതലേ അനാദിയിലെയുള്ള ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു നിന്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കണമെന്ന്. കോടാനുകോടികളിൽ നിന്ന്, ലക്ഷോപലക്ഷങ്ങളിൽ നിന്ന്, ആയിരങ്ങളിൽ ആയിരങ്ങളിൽ നിന്ന്, നൂറുകളിൽ നിന്ന് കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ അപ്പനെയും അമ്മയെയും
നിന്റെ കുടുംബത്തെയും തിരഞ്ഞെടുത്തു. ഒത്തിരി കുറവുകൾ ഉണ്ടായിരിക്കാം. അവരാരും പഴയ കാലഘട്ടങ്ങളിൽ യേശുവിനെ അറിഞ്ഞിരുന്നില്ലായിരിക്കാം, ഭയജനം അറിഞ്ഞിരുന്നില്ലായിരിക്കാം. ഒരു പക്ഷേ ഒരു മൃഗതുല്യമായ ജീവിതം, അതിലൂടെ അവരുടെ സ്വഭാവത്തിലൂടെ അവരുടെ കുടുംബത്തിലൂടെ കടന്നു വന്ന ഒത്തിരി കുറവുകൾ നമ്മളിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് ജീനുകളിലൂടെ സ്വഭാവത്തെ വഹിച്ചു കൊണ്ടുവരുന്നു. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഓർത്തും നമ്മുടെ കുലത്തെ ഓർത്തും കർത്താവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കന്മാരെ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. അവരൊരു പക്ഷേ ആഗ്രഹിച്ചുണ്ടായിരുന്നില്ല ഒരു കുട്ടിയെ ഇപ്പോൾ വേണമെന്നോ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ വേണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വേണമെന്നായിരുന്നായിരിക്കും ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ വിദൂരത്ത് ജോലിയായിരിക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി സമാധാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാമെന്ന് തീരുമാനിച്ചിരുന്നവരുണ്ടാകാം. ദാരിദ്ര്യവും കഷ്ടവും ദുരിതങ്ങളും വേദനകളും മൂലം എങ്ങനെയാണ് ഒരു കുട്ടി ജനിച്ചാൽ അതിനെ വളർത്താൻ പറ്റുക എന്ന് ആദിയിലും വ്യാധിയിലും പെട്ട് ഉഴലുന്ന മാതാപിതാക്കന്മാര് അവർ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ആ അമ്മയുടെ ഗർഭത്തില് നീ ഒരു ഭ്രൂണമായി രൂപപ്പെടുന്നത്. ഒരു പക്ഷേ ആ അവസ്ഥ ആ അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മയിലേക്ക് വന്ന ആദിയും വ്യാധിയും, അല്ലെങ്കിൽ അപ്പച്ചനിലേക്ക് വന്ന ആ ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും, ഇനി എന്റെ എന്നുള്ള ചോദ്യങ്ങളും ഗർഭത്തിൽ ഉരുവായ നിമിഷം തന്നെ നിന്റെ ഉള്ളിലേക്ക്, നിന്റെ ആന്തരിക മനസ്സിലേക്ക് ഒരു ഇടിവെട്ടേറ്റതുപോലെ എന്നെ ഇപ്പോൾ ഇവർക്ക് വേണ്ടായിരുന്നല്ലോ എന്ന്. നീ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു പക്ഷെ ജോലിഭാരങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ബന്ധുക്കാരിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന് സ്നേഹം കിട്ടാത്തതിൻ്റെ അമ്മയിലേക്ക് വന്ന മുറിവുകളും, ജോലി ഭാരം മൂലം തളർന്ന് ക്ഷീണിച്ച അവസരമായി കഴിഞ്ഞു പോയ രാത്രികൾ, ആ ഓർമ്മകളും വേദനകളും നിന്റെ മനസ്സിലേക്ക് മുറിവുകളായിട്ട് രൂപപ്പെട്ടെങ്കിൽ, അസ്വസ്ഥതയായിട്ട്, അസമാധാനമായിട്ട്, ഒരുപക്ഷെ ജീവിതം മടുത്തു എന്ന ഒരു ചിന്ത പോലും വന്നെങ്കിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയിൽ വന്നതായ അക്കുറവുകളും വേദനകളും മുറിവുകളും എന്നിലുണ്ടെങ്കിൽ ഈശോയെ, നിന്റെ മുറിവേറ്റ കരങ്ങൾ നീട്ടി എന്നെ സൗഖ്യമാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗർഭത്തിൽ ഭ്രൂണമായി വളർന്ന കാലം അമ്മയിൽ വന്നതാ കോപനീരസം, വൈര്യവും വെറുപ്പുമെന്നിൽ നിറച്ചുവെങ്കിൽ സർവരോഗമോചക സൗഖ്യമേകണമേ. ആന്തരിക സൗഖ്യമേക നീ വരേണമേ, ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. ഈ ലോകത്തിൻ്റെ
ഒച്ചപ്പാടുകളിലേക്കും ബഹളത്തിലേക്കും വെളിച്ചത്തിലേക്കും അമ്മയുടെ ഉദരത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ഇതെല്ലാം കണ്ടും ഉള്ള ഒരു പരിഭ്രമം, ശ്വാസം കിട്ടാത്തതിൻ്റെ ആറ്റിയും വ്യാധിയും എല്ലാം കണ്ട് നിലവിളിച്ച് കരയുന്ന ഒരു പ്രകൃതി, നിന്നെ ഉറ്റുനോക്കുന്ന കണ്ണുകൾ, നീ ആണോ പെണ്ണോ, കറുത്തതോ വെളുത്തതോ, സൗന്ദര്യവാനോ സൗന്ദര്യവതിയോ, അനേക കണ്ണുകൾ നിന്നെ ഉറ്റുനോക്കും. അവരൊന്നും ഒരുപക്ഷെ നീ ആഗ്രഹിച്ച ആ സ്നേഹമോ സന്തോഷമോ ആകാംക്ഷയോ ഒന്നും ലഭിക്കാത്തത് കൊണ്ട് നിന്റെ മനസ്സിൽ ആഴമായ ഒരു ലിഖിതം എഴുതപ്പെട്ടു: എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന ചിന്ത. അങ്ങനെയുള്ളവർ എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലേലും എന്നെ ആർക്കും വേണ്ടല്ലോ, എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ എന്ന പരാതി മാത്രം. നമ്മുടെ ജനന സമയത്ത് നമുക്ക് ലഭിക്കാതെ പോയ ആ സ്നേഹവും അംഗീകാരവും, ദൈവമേ, പുൽക്കൂട്ടിൽ പിറന്നവനായ ഉണ്ണീശോയെ, നിനക്ക് കിട്ടാതെ പോയ ആ സ്നേഹവും കുറവുകളും എല്ലാം ഇപ്പോൾ എന്നിലേക്ക് സൗഖ്യമാക്കി നീ പകർന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. നിന്റെ ശൈശവാവസ്ഥയിൽ, പ്രത്യേകിച്ച് 5 വയസ്സുവരെയുള്ള കാലഘട്ടം നിന്റെ സ്വഭാവം രൂപപ്പെടുത്തുന്ന കാലഘട്ടമാണ്. ഓമനമകളായിട്ട് കണ്ണിലുണ്ണിയായിട്ട് വളരാനായിട്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെങ്കിലും എല്ലാവരിൽ നിന്ന് നീ അകറ്റപ്പെട്ടു. നീ ഒരു പക്ഷെ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും അങ്ങനെ കളിച്ചുകൂടാ, ചിരിച്ചുകൂടാ എന്നുള്ളൊരു മാറ്റി നിർത്തലുകൾ. ആ സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും എപ്പോഴും കുട്ടികൾക്കൊരു ആകാംക്ഷയുണ്ട്, എല്ലാം അറിയണം, കാണണം, കേൾക്കണം, അറിവ് സമ്പാദിക്കണം എന്നുള്ള ഒരു വലിയൊരു ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷയുടെ പുറകിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെയൊക്കെ, മുതിർന്നവരുടെയൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് തിക്താനുഭവങ്ങളായിരിക്കും ലഭിച്ചത്. നീ ഇപ്പോൾ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, നിന്റെ കാര്യം നോക്കിയാൽ മതി. അങ്ങനെയൊക്കെ നിന്റെ ആ തീഷ്ണതയെ തളർത്തിയെങ്കിൽ നിനക്ക് എല്ലായിടത്തും നിരുത്സാഹമായിരിക്കും, ഒന്നും ചെയ്യുവാനുള്ള കഴിവില്ലായിരിക്കും. ഒരുപക്ഷെ നിന്റെ വീട്ടിൽ, നിന്റെ ഭവനത്തിൽ മറ്റുള്ളവരൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ബന്ധുക്കാരൊക്കെ വരുമ്പോൾ കുട്ടികളെ കളിച്ചും ചിരിച്ചും ഓടിയും ചാടിയൊക്കെ നടന്ന് ബഹളം വയ്ക്കും. അത് അവരുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ശ്രദ്ധ, ഞാൻ എല്ലാവരുടെ മുമ്പിൽ കേമനാണ്, വലിയവനാണ്, നല്ലവനാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓരോ കുട്ടികളിലെയും ഉള്ള ഒരു കുട്ടിത്തം, ഒരു പ്രകൃതമാണ്. അത് നല്ലത് തന്നെയാണ്. അങ്ങനെയുള്ള കളിച്ചും ചിരിച്ചും വളരുന്ന കുട്ടികൾക്ക് മാത്രമേ ജീവിതത്തിൽ എല്ലാവരുടെ അടുത്തും എല്ലാ സാഹചര്യങ്ങളിലും അനുകൂലമായിട്ട് പെരുമാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ നിന്റെ കുഞ്ഞുനാളില് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്റെ മാതാപിതാക്കന്മാര്, മുതിർന്നവര് നിന്നെ ആട്ടിയകറ്റും. കേറിപ്പോടി, നിനക്കെന്താ ഇവിടെ കാര്യം, മര്യാദയ്ക്ക് ഇരുന്നോളണം, അടങ്ങി ഒതുങ്ങി വല്ലയിടത്ത് ഇരുന്നോളണം. ഇങ്ങനെയുള്ള ശാസനകളും നിന്ദനങ്ങളും
ആട്ടലുകളും നിന്നെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, അല്ലെങ്കിൽ 4 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് ഒരു നാണം കുടുങ്ങിയായിട്ട് നിന്നെ മാറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആദിയും വ്യാധിയും, അല്ലെങ്കിൽ കാലുകൾ വിറയ്ക്കുക, കൈകൾ വിറയ്ക്കുക, ഒരു പക്ഷെ വിക്ക് പോലും കടന്നു വരുവാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ ഈശോയോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ശൈശവ ദിശയിൽ എനിക്ക് ലഭിക്കാതെ പോയ സ്നേഹവും അംഗീകാരവും ഇപ്പോൾ നീ എനിക്ക് തന്ന് എന്നെ സുഖപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. ഞാൻ പിറന്ന സ്വന്തം വീട്ടിൽ വളർന്ന പ്രായം അന്നെനിക്കു ലഭിക്കേണ്ട സ്നേഹവാത്സല്യം പുൽക്കൂട്ടിൽ പിറന്നതാ ഉണ്ണിയേശുവേ, നിന്റെ സ്നേഹവാത്സല്യം നൽകിടൂ എന്നിൽ. ആന്തരിക സൗഖ്യമേക നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. നിന്റെ സ്കൂൾ ജീവിതത്തിലേക്ക് നീ കടന്നു പോയപ്പോൾ, അല്ലെങ്കിൽ നിന്റെ കൗമാര സമയത്ത് നിന്റെ ശരീരത്തിൽ ശാരീരിക അവയവങ്ങളുടെ വളർച്ചയിൽ നാണവും അസ്വസ്ഥതയും നിനക്ക് ഉളവാകുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ പഠനത്തിൻ്റെ മേഖലയിൽ സ്കൂളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒത്തിരി മുറിവേൽക്കുന്ന ഒരു സമയമാണ്. പല പെൺകുട്ടികളും ആൺകുട്ടികളും ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. തെറ്റായ അറിവുകൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ലൈംഗിക മേഖലയിൽ ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വികടമായ അറിവുകൾ നമ്മളിലേക്ക് കടന്നു വരാറുണ്ട്. കാണുവാനുള്ള തീക്ഷ്ണത, എതിർലിംഗത്തിൻ്റെ കാണുവാൻ, അറിയുവാൻ, അനുഭവിക്കുവാനുള്ള ഒരാഗ്രഹം ഓരോ വ്യക്തികളിലും സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഓരോരുത്തരിലേക്കും കടന്നു വരുന്ന ഒരു സമയമാണ്. അവിടെയെല്ലാം നമ്മൾ പലപ്പോഴും വഴിതെറ്റിപ്പോയിട്ടുണ്ടാകാം. തെറ്റായ ചതിക്കുഴികളിൽ വീണു പോയിട്ടുണ്ടാകാം. ആ ഓർമ്മകൾ ആരോടും പങ്കുവെക്കാതെ നിന്റെ ഉള്ളിൽ ഒരുപക്ഷെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തികളിൽ നിന്നായിരിക്കാം. അതിൽ നിന്ന് ഒരിക്കലും പുറത്തു പറയാൻ കഴിയാതെ നീ വേദനിക്കുന്നുണ്ടെങ്കിൽ, വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഈശോയോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, എൻ്റെ ഈശോയെ, എൻ്റെ ഉള്ളിലും ആരോടും പങ്കുവെക്കാത്ത മുറിവുകൾ, ആ വേദനകൾ, ഈശോയെ നീ അതിപ്പോൾ ആ മുറിവേറ്റ കരങ്ങൾ കൊണ്ട് ഒന്ന് തൊടണമേ, സൗഖ്യമാക്കണം. എൻ്റെ ഈ സ്വഭാവത്തിൽ എനിക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയുന്നില്ല, എനിക്കൊരിക്കലും ആനന്ദിക്കാൻ കഴിയുന്നില്ല. എന്തിന് പഠിക്കുവാൻ കഴിഞ്ഞില്ല, ആരെയും സ്നേഹിക്കുവാൻ കഴിഞ്ഞില്ല. മുറിവുകളെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച മക്കളെ, സൗഖ്യം തന്നാലും നാഥാ, സൗഖ്യം തന്നാലും. കൗമാര പ്രായത്തിൽ ഞാൻ കടന്നപ്പോ എൻ്റെ മേയിൽ വന്നതാ വ്യതിയാനങ്ങൾ, നാണവും ഭീതിയും തളർത്തിയെങ്കിൽ നന്മ പൂരിത സർവം തൊട്ടു നീക്കണമേ. ആന്തരിക സൗഖ്യമേക നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. നമ്മുടെ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒത്തിരി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു.
ഒത്തിരി നേർച്ചകൾ, കാഴ്ചകൾ നടത്തി. എന്നിട്ട് നീ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരിക്കലും നീ പ്രതീക്ഷിച്ചതിനേക്കാൾ 10 മടങ്ങ് വിപരീതമായൊരു ജീവിത പങ്കാളി, ഒരുപക്ഷെ മദ്യപാനിയായ ഒരു ഭർത്താവ്, എപ്പോഴും കുറ്റപ്പെടുത്തുന്ന കലയിക്കുന്ന ഒരു ഭാര്യ. എൻ്റെ ദൈവമേ, എങ്ങനെ ഇവളോടൊത്ത് ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടുമെന്നുള്ളൊരു ആദിയും വ്യാധിയും നിന്റെ മനസ്സിൽ വലിയ പ്രക്ഷോഭമുണ്ടാക്കിയ അവസ്ഥകളുണ്ടെങ്കിൽ, അതുപോലെ നീ പ്രതീക്ഷിച്ച് പലതും പ്രതീക്ഷിച്ചു, നല്ലൊരു ജോലി പ്രതീക്ഷിച്ചു, നല്ലൊരു ഭവനം പ്രതീക്ഷിച്ചു, പക്ഷെ എല്ലാം നിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായതാണ് നിനക്ക് ലഭിച്ചതെങ്കിൽ നിന്നിലേക്ക് നിരാശ കടന്നു വരാൻ സാധ്യതയുണ്ട്. നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. അല്ലേലും ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് ലഭിച്ചില്ല, ഇനി അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ എന്നൊക്കെ നീ ചിന്തിച്ച് നിന്റെ മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈശോ നിന്നോട് പറയുകയാണ്, എൻ്റെ മകനെ, മകളെ, എല്ലാത്തിനെ എനിക്ക് നന്മയ്ക്കാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. എല്ലാം നന്മയ്ക്കായിട്ടാണ് ദൈവം നിനക്ക് നൽകിയത്. നിന്റെ സ്നേഹപൂർവമായ പെരുമാറ്റത്തിലൂടെ, ആദരപൂർവമായ പെരുമാറ്റത്തിലൂടെ നിന്റെ ജീവിത പങ്കാളിയെ നീ മാറ്റിയെടുത്ത് നീയും അവനും അവളും ഒരു വിശുദ്ധനാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദര, സഹോദരി, ദൈവത്തിൻ്റെ മക്കൾ ആരും നഷ്ടപ്പെട്ടു പോകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കാത്തതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണമാണ്. ഏറ്റവും മോശമായത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നീ അത് കഴുകി വെണ്മയുള്ളതാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മക്കളെ കുറവുകളുള്ളവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. 2 കൈ നീട്ടി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ അപ്പൻ്റെ ആ ഇഷ്ടം നമുക്ക് നിറവേറ്റാം. അപ്പൻ്റെ ആഗ്രഹം നമുക്ക് നിറവേറ്റി കൊടുക്കുവാനായിട്ട് 2 കൈ നീട്ടി ഈശോയെ, കഴിഞ്ഞ കാല ഈ ജീവിതത്തിലും ഇതുവരെ പരാതിപ്പെട്ടുകൊണ്ടിരുന്ന എൻ്റെ ജീവിത പങ്കാളിയെ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിത പങ്കാളിയെ, ഇതാപ്പാ നിന്റെ കയ്യിൽ നീ 2 കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ കഴിവിനൊത്തി ഞാൻ സ്നേഹിച്ചു കൊള്ളാം, ശുശ്രൂഷിച്ചു കൊള്ളാമെന്ന് ഒരു വാഗ്ദാനം ചെയ്തുകൊണ്ട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നീ എനിക്കു ജീവിതത്തിൽ തുണയായി തന്ന ഇണയെ നിൻ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരസ്പരം കുറവെല്ലാം ക്ഷമിച്ച മോദ നിൻഹിതം പോൽ ജീവിക്കാൻ ശക്തിയേകണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ. ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. നമ്മുടെ ഇടയിൽ ഒത്തിരി പ്രായമായ മാതാപിതാക്കന്മാരുണ്ട്. ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാം നഷ്ടപ്പെടുത്തിയ മാതാപിതാക്കന്മാർ, ഓണിലും ഉറക്കത്തിലും എൻ്റെ മക്കൾ വലിയവരാകണമെന്ന് ആഗ്രഹിച്ച്, മക്കളെ നല്ല നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചവർ, എല്ലാം മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു മാറ്റി വെച്ചവർ, മക്കൾ വളർന്നു വലുതായി നല്ല ജോലിയിൽ നല്ല നിലവാരത്തിലും എത്തി. പക്ഷെ ഇന്ന്
ഇന്നെ എല്ലാവരാലും, മക്കളാലും, സ്വന്തക്കാരാലും, ബന്ധുക്കാരായാലും, എന്തിനേറെ സ്വന്തം ജീവിത പങ്കാളികളായാലും തഴയപ്പെട്ടു, അവഗണിക്കപ്പെട്ടു, മാറ്റി നിർത്തപ്പെട്ടു. ഇന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്ത, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ്, ഒരു പാഴ്വസ്തുവാണെന്നുള്ളൊരു ചിന്ത പ്രിയപ്പെട്ട അപ്പച്ച, അപ്പച്ചി, നിന്നെ വേദനിക്കുന്നുണ്ടെങ്കിൽ ഈശോ പറയുന്നു, നിനക്ക് നര ബാധിച്ചാലും, നിന്റെ സൗന്ദര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടാലും, നിന്റെ തലമുടിയെല്ലാം കൊഴിഞ്ഞു പോയാലും, പല്ലുകൾ കൊഴിഞ്ഞു പോയാലും, എൻ്റെ മകനെ, മകളെ, നീ എനിക്ക് കുഞ്ഞിപ്പൈതലാടാ, കുഞ്ഞിപ്പൈതലാടി എന്ന് നമ്മയോട് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറോട് ചേർക്കുന്ന ദൈവപിതാവിന്റെ കയ്യിലേക്ക്. പ്രിയ അപ്പച്ച, അമ്മച്ചി, ആരോടും പറയാൻ കഴിയാത്ത നിന്റെ വേദനകളെല്ലാം നിനക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആ ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു. സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. നമ്മുടെ സ്വഭാവ വൈകല്യത്തിന്റെ അതിപ്രധാനമായ ഒരു ഘടകമാണ് നമ്മിലേക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് സ്വഭാവ രീതികൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഭയം. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയിൽ വന്ന ഭയമുണ്ടെങ്കിൽ, കുഞ്ഞുനാളിലായിരിക്കുമ്പോൾ നീ പാമ്പിനെ കണ്ടു, ഇരുട്ടിനെ കണ്ടു, അല്ലെങ്കിൽ ഭൂതപ്രേതത്തെ കുറിച്ചുള്ള കഥകള്, സിനിമകള്, അത് കണ്ടത് മൂലമുള്ള ഞെട്ടിവിറയ്ക്കുന്ന, ഇരുട്ടിൽ ഭൂതമുണ്ട്, പ്രേതമുണ്ടെന്നുള്ള ഭയം, തെറ്റിദ്ധാരണകള്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടിയപ്പോൾ ഉണ്ടായിരുന്നതിലേക്ക് വന്ന ഭയം, അപകടഭരം, ദുർമരണങ്ങൾ കണ്ടതുപോലുള്ള ഭയം, ആത്മഹത്യകളെ കണ്ടതുപോലുള്ള ഭയം, ഒരുപക്ഷെ നിന്നെ ആരെങ്കിലും ലൈംഗികമായി പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ നിന്നിലേക്ക് കടന്നു വന്ന ഭയം. അങ്ങനെ ഭയത്തിൻ്റെ പല മേഖലകളും നമ്മുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നും ചെയ്യുവാനായിട്ട് നമ്മൾ സാധിക്കില്ല. നമ്മളൊരു ഈ ഭയത്തിൻ്റെ അടിമത്തത്തിൽ പോകുന്ന വ്യക്തികൾ അല്പാൽപമായിട്ട് മാനസിക വൈകല്യങ്ങള്, മാനസിക അസ്വസ്ഥതകൾ മൂലം മാനസിക രോഗികൾ പോലുമായി മാറാറുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരികളെ, വിശുദ്ധ ഗ്രന്ഥത്തില് 365ഓളം തവണ ഈശോ നമ്മളോട് പറയുകയാണ്, മകനെ, മകളെ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഞാൻ നിന്നോട് കൂടിയുണ്ട്, എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ലോകാവസാനം വരെ ഞാൻ നിന്റെ കൂടെയുണ്ട് മകനെ, മകളെ എന്ന് ഈശോ നമ്മോട് പറയുകയാണ്. ആ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഭയത്തിന്റെ എല്ലാ മേഖലകളെയും സമർപ്പിച്ച് ഈശോയുടെ ശക്തമുള്ള സംരക്ഷണത്തിന്റെ ആ വലയത്തിലേക്ക്, ആ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുത്തുകൊണ്ട് സൗഖ്യത്തിനായി, ധൈര്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഗാധമായ ദുഃഖം പ്രഭാഷണ പുസ്തകത്തില്
30-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്നെ തന്നെ മനഃപൂർവ്വം മുറിപ്പെടുത്തരുത്, നീ നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. അത് ഹൃദയവേദന ഹൃദയത്തിന്റെ സന്തോഷം കെടുത്തി കളയുന്നു, നിന്നെ രോഗിയാക്കി മാറ്റുന്നു. അഗാധമായ ദുഃഖം പ്രത്യേകമായിട്ട് നിന്നെ സന്ധിവാത രോഗങ്ങള്, മാനസിക രോഗങ്ങള്, സ്ട്രോക്ക്, ഇങ്ങനെയുള്ള പല രോഗങ്ങളിലേക്കും, എന്തിനേറെ ക്യാൻസർ രോഗത്തിലേക്ക് പോലും നമ്മളെ നയിക്കാറുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഗാധമായ ദുഃഖങ്ങളെ, ഒരു പക്ഷെ നിന്റെ കുഞ്ഞുനാൾ മുതൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിന്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അല്ലെ നിന്റെ പ്രിയപ്പെട്ടവരുടെ, നിന്റെ ജീവിത പങ്കാളിയുടെയൊക്കെ പെട്ടെന്നുള്ള വിയോഗമായിരിക്കാം. അത് നിന്റെ മുറിവിന്, നിനക്ക് മനസ്സിന് ആഴമായ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ നിന്നെ സ്നേഹിച്ച വ്യക്തികളിൽ നിന്ന് നിനക്ക് ലഭിച്ച മുറിവുകളായിരിക്കാം. അങ്ങനെയുള്ള എല്ലാ മുറിവുകളെയും ദൈവത്തിന്റെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ കെട്ടിക്കിടക്കുന്ന മുറിവുകളെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി ഈശോ തന്റെ ഹൃദയം പോലും കുത്തി തുറന്ന് തന്നിരിക്കുകയാണ് നമുക്ക് വേണ്ടി. ആ ഹൃദയത്തിൽ ഒഴുകുന്ന ചുടരേറ്റത്താലെ നമ്മുടെ ഹൃദയങ്ങളെയും ദുഃഖങ്ങളെയും കഴുകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈ ഉലകിൽ നഷ്ടമായ സ്നേഹമൊക്കെയും ഈ നിമിഷം ചൊരിഞ്ഞെന്നെ ധന്യനാക്കണേ. നിന്റെ സ്നേഹസാഗരത്തിൽ മുങ്ങിടട്ടെ ഞാൻ, നിത്യമായ മോചനം നേടിടട്ടെ ഞാൻ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ. ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. നമ്മുടെ ചടികമായ ആസക്തികൾ നമ്മളെ പല തടക്കദോഷത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ലൈംഗികതയിലൂടെ വന്ന വികടമായ അറിവ് മൂലം, തെറ്റായ അറിവ് മൂലം ഒരു പക്ഷെ ഞാൻ സ്വയംഭോഗത്തിന് അടിമയായിട്ടുണ്ടെങ്കിൽ, ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണെങ്കിൽ ഇന്നതെനിക്ക് നിർത്താൻ പറ്റുന്നില്ല. ഞാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം തളർന്നു. എനിക്കറിയാം ഇത് തെറ്റാണെന്ന് എനിക്കറിയാം, എങ്കിലും എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. തെറ്റായ ബന്ധങ്ങളിൽ കുഴി, തെറ്റായ സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങി, ശാരീരിക ബന്ധങ്ങളിൽ കുടുങ്ങി, വ്യഭിചാരത്തിന്റെ പാപത്തിൽ മുഴുകി നീ നിരന്തരമായിട്ട് നിന്നെ തന്നെ മലിനമാക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്കറിയാം ഇത് തെറ്റാണ്, ഇത് ഉപേക്ഷിക്കണം, നീ അത് ചെയ്യില്ല. പക്ഷേ വീണു പോകുന്നു, ദൈവമേ വീണു പോകുന്നു. ഞാൻ എന്നെ തന്നെ എൻ്റെ കുടുംബത്തെയും വഞ്ചിക്കും, എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെ വഞ്ചിക്കുന്നു. ദൈവമേ ഉപേക്ഷിക്കാൻ എനിക്ക് ശക്തിയില്ലപ്പാ. കരുണ കാണിക്കണമേപ്പാ, സൗഖ്യം നൽകണമേപ്പാ. നമ്മുടെ എല്ലാ ദുശീലങ്ങളെയും വീടി വലിക്കും, മുറുക്ക, മറ്റേതെങ്കിലൊക്കെ ദുശീലങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈശോയെ എനിക്കത് ഉപേക്ഷിക്കാൻ ശക്തിയില്ലപ്പാ. ഒന്ന് തുടരണമേ കർത്താവേ, ഒന്ന് തുടരണമേ കർത്താവേ. ഈ ആസക്തികളുടെ മുറിവുകളിൽ നിന്ന് എനിക്ക് സൗഖ്യം തരണമേ കർത്താവേ. ചങ്കുരുകി പ്രാർത്ഥിച്ച മക്കളെ, ചങ്കുരി കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ.
ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേക നീ വരേണമേ. ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. രണ്ട് കരങ്ങളുയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ ഞാൻ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്